കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 25 ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ ഒരു ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 21 മാർക്കാണ് കേട്ടോ. അപ്പോൾ 21 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 4 നദികളും അതിൻ്റെ ഉപനദികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. പമ്പ കൊടുത്തിട്ടുണ്ട്, ചാലിയാറ്, കല്ലടയാറ്, വളപട്ടണം പുഴയാണ്. ഇത്രയാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കക്കട്ടാറ്, അതേപോലെ തന്നെ ചോലപ്പുഴ, കൽത്തുരുത്തി, വേണിപ്പുഴ. അപ്പോൾ നമുക്കൊന്ന് മാച്ച് ചെയ്താലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇതിൻ്റെ ശരി ഉത്തരം അല്ലെങ്കിൽ ഒന്ന് ചേരുംപടി ചേർക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പമ്പ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പമ്പ നമുക്കറിയാം. പമ്പ എന്താണ്? കക്കട്ടാറാണല്ലേ. അപ്പോൾ പമ്പ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കക്കട്ടാറാണ്. അങ്ങനെയാണെങ്കിൽ ചാലിയാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാലിയാറ് ചോലപ്പുഴയാണല്ലേ. അങ്ങനെയാണെങ്കിൽ കല്ലടയാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കല്ലടയാറ് കൽത്തുരുത്തിയാണ്. കല്ലടയാർ എന്താണ്? കൽത്തുരുത്തിയാണ്. അങ്ങനെയാണെങ്കിൽ വളപട്ടണം പുഴ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളപട്ടണം പുഴ വേണിപ്പുഴയാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരി വരുന്നത്? എ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. അപ്പോൾ എഴുതിയവർക്ക് 1 മാർക്ക് ഇതിനകത്ത് ലഭിക്കും. പമ്പ കക്കട്ടാറാണ്, കല്ലടയാറ് കൽത്തുരുത്തിയാണ്, ചാലിയാർ ചോലപ്പുഴയാണ്, വളപട്ടണം പുഴ വേണിപ്പുഴയാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇക്കൂട്ടത്തിൽ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇതിനകത്ത് 4 നദികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിൽ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂക്കോട് തടാകം നമുക്കറിയാം ഒരു ശുദ്ധജല തടാകം ആണ്. അതുപോലെ തന്നെ മണക്കൊടി തടാകം അതൊരു ശുദ്ധജല തടാകം ആണ്. അങ്ങനെയാണെങ്കിൽ ഏനമാക്കാൽ ഇതെന്തോന്നാണ്? ഒരു ശുദ്ധജല തടാകമാണല്ലേ. ഏനമാക്കാൽ എന്ന് പറയുന്നത് ഒരു ശുദ്ധജല തടാകം തന്നെയാണ്. കൊടുങ്ങല്ലൂർ കായൽ ശുദ്ധജല തടാകമാണോ? അല്ല. കൊടുങ്ങല്ലൂർ കായൽ ശുദ്ധജല തടാകം അല്ല. അപ്പോൾ ഏതൊക്കെയാണ് ഇതിനകത്ത് ശുദ്ധജല തടാകങ്ങൾ വരുന്നത്? പൂക്കോട് തടാകം വരുന്നുണ്ട്, അതേപോലെ തന്നെ മണക്കൊടി വരുന്നുണ്ട്, ഏനമാക്കാലും എന്ത് വരുന്നുണ്ട്? ശുദ്ധജല തടാകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3 വരുന്നതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് LNG ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി LNG ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മുടെ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ കാർബൺ ബഹിർഗമനം കുറച്ചുകൊണ്ട് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് LNG ബസ്സുകൾ നിരത്തിലിറക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അക്വാ ടെക്നോളജി പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അക്വാ ടെക്നോളജി പാർക്ക് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ അക്വാ ടെക്നോളജി പാർക്ക് എവിടെയാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. അക്വാ ടെക്നോളജി പാർക്ക്. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്താണ്? കുടങ്ങല്ലൂരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുങ്ങല്ലൂരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ അക്വാ ടെക്നോളജി പാർക്ക് എവിടെയാണ്? കടുങ്ങല്ലൂരാണെന്ന് അറിഞ്ഞിരിക്കുക. കടുങ്ങല്ലൂരാണ് അക്വാ ടെക്നോളജി പാർക്ക്. ഓക്കെ, കേരളത്തിൻ്റെ അക്വാ ടെക്നോളജി പാർക്ക് എവിടെയാണ്? കടുങ്ങല്ലൂരാണ് അക്വാ ടെക്നോളജി പാർക്ക് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് 81ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 4 പേർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച ശേഷം ഇതിനകത്ത് ശരിയായിട്ടുള്ള പേറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
പെരിയാർ ശിവഗിരി മല ശരിയാണോ? അതെ, ശരി തന്നെയാണ് അല്ലേ. ഭാരതപ്പുഴ ആനമല എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. പമ്പ പുളച്ചിമല ശരിയാണോ? ശരിയാണ്. ചാലിയാർ പൈതൽ മല ശരിയാണോ? ശരിയല്ല. ഓക്കെ, അപ്പോൾ ഇതിന് തെറ്റായിട്ടുള്ളത് ഏതാണ്? ചാലിയാർ പൈതൽ മല എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ളത്. പെരിയാർ ശിവഗിരി മല തന്നെയാണ്. ഭാരതപ്പുഴ ആനമല തന്നെയാണ്. പമ്പ പുളച്ചിമല തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2, 3 ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരി ഉത്തരം. ഓക്കെ, നമുക്ക് 82ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇക്കൂട്ടത്തിൽ കേരളത്തിലെ മുതല സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇക്കൂട്ടത്തിൽ കേരളത്തിൻ്റെ മുതല സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ മുതല സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചൂലന്നൂർ മുതല സംരക്ഷണ കേന്ദ്രമാണോ? അല്ലേ, അതൊരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ, അപ്പോൾ ഇത് വരത്തില്ല. അപ്പോൾ ഒരു പെരുവണ്ണാമൂഴി, നമുക്കറിയാം പെരുവണ്ണാമൂഴി എന്ന് പറയുന്ന ഒരു മുതല സംരക്ഷണ കേന്ദ്രം തന്നെയാണ്. ഓപ്ഷൻ 2 ശരിയാണ്. അടുത്ത് നെയ്യാർ നമുക്കറിയാം മുതല സംരക്ഷണ കേന്ദ്രം തന്നെയാണ് നെയ്യാർ. നമ്മുടെ സ്റ്റീവർവിൻ പാർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നെയ്യാർ ഡാമിലായിരുന്നു. കോളാവിപ്പാലം മുതല സംരക്ഷണ കേന്ദ്രമാണോ? അത് മുതല സംരക്ഷണ കേന്ദ്രം അല്ല. ഓക്കെ, അപ്പോൾ 2ഉം 3ഉമാണ് ശരി ഉത്തരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നമുക്ക് 83ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ. കാപ്പി ഗവേഷണ കേന്ദ്രം ഏതാണ്? ചുണ്ടേലാണ്. കാപ്പി ചുണ്ടേലാണ് അല്ലേ. അടുത്ത 2ാമത്തെ നോക്കാം. കൈതച്ചക്ക ഏതാണ്? വാഴക്കുളമാണല്ലേ. കൈതച്ചക്ക വാഴക്കുളമാണ്. ഏത്തവാഴയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താനായിട്ട് കഴിയും. കണ്ണാറയാണല്ലേ. കണ്ണാറ. ഏത്തവാഴ കണ്ണാറയാണ്. പുൽത്തൈലം ഏതാണ്? ഓടക്കാലിയാണ്. സിമ്പിളല്ലേ. കാപ്പി ചുണ്ടേലാണ്, വാഴക്കുളം കൈതച്ചക്കയാണ്, ഏത്തവാഴ കണ്ണാറയാണ്, പുൽത്തൈലം ഓടക്കാലിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ ഇതിൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാപ്പെക്സ് ഏത് മേഖലയിലെ സ്ഥാപനമാണെന്നാണ് ചോദ്യം. കാപ്പെക്സ് ഏത് മേഖലയിലെ സ്ഥാപനമാണെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കശുവണ്ടിയാണ് അല്ലേ. അപ്പോൾ കാപ്പെക്സ് എന്ന് പറയുന്നത് കശുവണ്ടി മേഖലയിലെ സ്ഥാപനമാണ് കാപ്പെക്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം കായാന്തരിത ശിലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണ്? കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിലെ കരകൗശല വ്യവസായത്തിൻ്റെ പ്രധാന പ്രോത്സാഹന ഏജൻസികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, കേരളത്തിലെ കരകൗശല വ്യവസായ പ്രധാന പ്രോത്സാഹന ഏജൻസികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ കരകൗശല വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സുരഭി വരുന്നുണ്ട്, കേരള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നുണ്ട്, കാഡ്കോ വരുന്നുണ്ട്. പക്ഷേ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഇതിനുള്ളതല്ല. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കേരളത്തിൻ്റെ കരകൗശല വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല എന്തെന്ന് പറയുന്നത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്. പക്ഷേ സുരഭിയും കേരള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കാഡ്കോയും ഒക്കെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കരകൗശല വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. അവിടെ നമുക്ക് 87ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി ഏതാണ്? ഇതിനകത്ത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് ജെറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിഗോ ഉണ്ട്, ജെറ്റ് എയർവേസ് ഉണ്ട്, ടാറ്റ എയർലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് തന്നെയാണ്? നമ്മുടെ ടാറ്റ എയർലൈൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ടാറ്റ എയർലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്? തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1861 നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ശരിയും തെറ്റും നോക്കി പോവാം. അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1861 പറയുന്നത് ശരി തന്നെയാണ്. തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ. തിരുവനന്തപുരം ആണോ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ? അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലത്തിലാണ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കൊല്ലത്ത് തന്നെയാണ്. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ചത് 2004 ഇതും തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരി ഉത്തരം വരുന്നത് കേരളത്തിലാണ് ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്
1961 പറയുന്നത് ശരി ഉത്തരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കൊല്ലത്താണെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 61 കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലത്താണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് 89ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയ ജലപാത ഏതെന്നാണ് ചോദ്യം. ഇവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയ ജലപാത ഏതെന്നാണ് നമ്മുടെ 89ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. സിമ്പിളായിട്ട് അറിയാമെന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയ ജലപാത ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് തന്നെയാണ്? ദേശീയ ജലപാത 3 അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ദേശീയ ജലപാത 3. വാസ്തുവിദ്യാ ഗുരുകുലം എവിടെയാണെന്നാണ് ചോദ്യം. അതാണ് നമ്മുടെ 90ാമത്തെ ചോദ്യം. വാസ്തുവിദ്യാ ഗുരുകുലം എവിടെയാണെന്നാണ് നമ്മുടെ 90ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. എവിടെയാണ് വാസ്തുവിദ്യാ ഗുരുകുലം? എവിടെയാണ്? നമ്മുടെ ആറന്മുളയിലാണല്ലേ. ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 91ാമത്തെ ചോദ്യം. ഇവയിൽ കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് കണ്ട് തന്നെ നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയുന്നതാണ്. നോക്കാം നമുക്ക്. ഇതിൽ പത്തനംതിട്ടയിൽ കടൽ തീരമുണ്ടോ? കടൽ തീരം ഇല്ല. കാസർഗോഡ് കടൽ തീരമുണ്ടോ? ഉണ്ടല്ലേ. കോട്ടയത്ത് കടൽ തീരമുണ്ടോ? കോട്ടയത്തും കടൽ തീരമില്ല. തൃശ്ശൂർ കടൽ തീരമുണ്ടോ? തൃശ്ശൂർ കടൽ തീരമുണ്ട്. അപ്പോൾ 2ഉം 4ഉമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരി ഉത്തരം കേട്ടോ. അപ്പോൾ കടൽ തീരമുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ കാസർഗോഡും തൃശ്ശൂരുമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 92ാമത്തെ ചോദ്യം. വന്യജീവി സങ്കേതങ്ങളും അവ ആരംഭിച്ച വർഷങ്ങളും അടിസ്ഥാനമാക്കി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളൊന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ കടക്കാം. തട്ടേക്കാട് വരുന്നത് ഏത് വർഷമാണ്? 1983 കേട്ടോ. അപ്പോൾ 1983 തട്ടേക്കാട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചിന്നാർ ഏത് വർഷമാണ്? ചിന്നാർ വരുന്നത് ഏത് വർഷമാണ്? 1984 ചിന്നാർ വരുന്നത്. പറമ്പിക്കുളം ഏത് വർഷമാണ്? പറമ്പിക്കുളം വരുന്നത് 1973 പറമ്പിക്കുളം വരുന്നത്. നെയ്യാർ വരുന്നത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. നെയ്യാർ വരുന്നത് 1958 അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഇത്രയും വർഷങ്ങളൊന്ന് നോട്ട് ചെയ്യണം. തട്ടേക്കാട് വരുന്നത് 83 ചിന്നാർ വരുന്നത് 84 പറമ്പിക്കുളം 73 നെയ്യാർ 58 അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. തിരുവനന്തപുരത്താണ് കേട്ടോ. കേരഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരഫെഡിൻ്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നീരേറ്റുപുറം ജലമേള നടക്കുന്നത് എവിടെയാണ്? എവിടെയെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നീരേറ്റുപുറം ജലമേള നടക്കുന്നത് പമ്പയിലാണ് കേട്ടോ. അപ്പോൾ നീരേറ്റുപുറം ജലമേള നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ് നീരേറ്റുപുറം ജലമേള നടക്കുന്നതെന്ന് ഒന്നറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. കേരളത്തിലെ ഏറ്റവും നമുക്ക് ഈ ശരിയായ പ്രസ്താവനകൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കണ്ടുപിടിച്ച് തന്നെ പോകാം. അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതിയുള്ള ജില്ല പാലക്കാടാണെന്ന് പറയുന്നു. ശരി ഉത്തരമാണോ? അതെ, നമ്മുടെ പാലക്കാടിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണെന്ന് പറയുന്നു. ശരി ഉത്തരം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നു. ശരി ഉത്തരം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നു. അതും ശരി തന്നെയാണ്. ഓക്കെ, ഇതിൽ 4 ഓപ്ഷൻസും ശരി തന്നെയാണ്. നമുക്കൊന്നും കൂടി വായിക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ 4 പോയിന്റുകൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണെന്നാണ് നമ്മുടെ അടുത്ത 96ാമത്തെ ചോദ്യം. ഏത് ജില്ലയിലാണ് ചുള്ളിയാർ അണക്കെട്ടുള്ളത്? ഓപ്ഷൻ സി പാലക്കാടാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ചൂളന്നൂർ, ചുള്ളിയാർ ഇതെല്ലാം എവിടെയാണ്? നമ്മുടെ പാലക്കാട് ജില്ലയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ചുള്ളിയാർ അണക്കെട്ട് എവിടെയാണ്? പാലക്കാടിലാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങളുടെയും അവ രാജ്യാന്തര പദവി ലഭിച്ച വർഷങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ ജോഡികളിൽ തെറ്റായവ ഏതൊക്കെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തിയാൽ പോരെ? നോക്കാം നമുക്ക്. 97ാമത്തെ ശരി ഉത്തരം ഏതാണ്?
ഇതിൽ നെടുമ്പാശ്ശേരി വരുന്നത് 1998 എന്ന് പറയുന്നത് ശരി ഉത്തരമാണ് കേട്ടോ. നെടുമ്പാശ്ശേരി വരുന്നത് 1998 തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത ശരി ഉത്തരം വരുന്നത് കരിപ്പൂർ 2005 രാജ്യാന്തര പദവി നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് കിട്ടുന്നത് 1998 കരിപ്പൂരിന് രാജ്യാന്തര പദവി കിട്ടുന്നത് 2005 നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 98ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 183A NH 183A ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ദേശീയപാത 183Aയും NH 183Aയും ബന്ധിപ്പിക്കുന്നത് ഏത് സ്ഥലമാണ്? നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കളമശ്ശേരിയും വല്ലാർപാടവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ദേശീയപാത 183 NH 183Aയും. ഓക്കെ അല്ലേ? അപ്പോൾ കളമശ്ശേരി വല്ലാർപാടമാണ് 183A എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 99ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശരിയായ പ്രസ്താവനകളൊക്കെ നോക്കി പോവാം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയത്തെ കുമളിയുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയത്തെ കുമളിയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരി ഉത്തരമാണ്. അടുത്തതെന്ന് പറയുന്നത് കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 2010 നിലവിൽ വരുന്നു എന്ന് പറയുന്നത് തെറ്റുത്തരമാണ് കേട്ടോ. അടുത്ത കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൗൺസിലേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ്പാക്ക് എന്ന് പറയുന്നത് ശരി ഉത്തരം തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടേറ്റിനായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ത്? നാറ്റ്പാക്ക് എന്ന് പറയുന്നത് ശരി ഉത്തരം തന്നെയാണ്. സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണെന്ന് പറയുന്നത് ശരി ഉത്തരമാണെന്ന് നമുക്കറിയാം. ഓക്കെ, 1, 3, 4 ശരി ഉത്തരം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് 100ാമത്തെ ചോദ്യം, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും സ്പീഡ് പോസ്റ്റ് സംവിധാനം വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചുള്ളത് ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രവുമായിട്ട് കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഫലപ്രദമാവും. വരുന്ന പരീക്ഷകൾ തീർച്ചയായിട്ടും ഉപയോഗപ്രദമായിരിക്കുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ PSC പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കുക, ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.